എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ തീയലാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ തേങ്ങയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. തേങ്ങ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ തേങ്ങ നല്ലപോലെ തന്നെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു തീയലിന് നല്ല കളറ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 15 ചെറിയ ഉള്ളി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഉള്ളി ഇപ്പോൾ ഇവിടുന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചതും അതുപോലെ ഒരു വഴുതനങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായി ഞാനിപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ 2 വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല പേസ്റ്റ് പരുവത്തിന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പസമയം കൂടി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആ ഒരു മിക്സർ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു തീയിൽ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അല്പം പുളിയിലേക്ക് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു അല്പസമയം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നമ്മുടെ ആ ഉരുളൻകിഴങ്ങുമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ താളിച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരല്പസമയം അടച്ചു വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.